യെസ്, അങ്ങനെ വിശദമായ വാർത്തകളിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ SIR-മായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾ ഈ ആശങ്കയൊക്കെ കമ്മീഷനുമായി ബന്ധപ്പെട്ട യോഗത്തിൽ ഉയർത്തുകയും കഴിഞ്ഞ 20-ാം തീയതിയായിരുന്നു ആ യോഗം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജിൽസി, ബീഹാറിൽ SIR ഇങ്ങനെ നടപ്പാക്കിക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾ ബീഹാറുകാരുടെയൊക്കെ ഒരു വിധി, ബീഹാറുകാരുടെയൊക്കെ ഒരു ദുര്യോഗം എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ വരുന്നു. അടുത്ത ദിവസം രത്തൻ യു കേൽക്കർ അത് കേരളത്തിൽ പ്രഖ്യാപിക്കുന്നു. സ്വാഭാവികമായും നമ്മുടെ ആശങ്കയായി മാറുന്നു. ഇപ്പോൾ ആശങ്കയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ പലതരത്തിലുള്ള റിപ്പോർട്ടുണ്ട്. വേറെ റിപ്പോർട്ടും കൂടി ഇന്നുണ്ട്. അപ്പൊ ഇതിൽ ഒരു നിർണായകമായ കാര്യമുള്ളത്, രത്തൻ ഗെൽക്കർ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇപ്പോൾ ഒരു കത്ത് എഴുതിയിരിക്കുന്നത്. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കത്ത് നൽകിയിരിക്കുന്നത്. റൈറ്റ്, അതായത് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെ പരിഷ്കരണം നീട്ടിവെക്കണമെന്നതാണ് ആവശ്യം. രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിലെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കത്തയച്ചത്. ഓക്കെ, നമുക്ക് 2002 വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് പരിഷ്കരണം ഉണ്ടായിരുന്നത്. എന്നാൽ അങ്ങനെ അത് നടപ്പിലാക്കരുത് എന്നായിരുന്നു UDF LDF കക്ഷികളൊക്കെ ആ യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് സനിസ ശോഭാചന്ദ്രൻ ആ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നു. സനിസ, ഗുഡ് മോർണിംഗ്. സനിസ, എന്നുവെച്ചാൽ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വലിയൊരു ആശങ്ക ഇക്കാര്യത്തിൽ നിലനിന്നിരുന്നു. സ്വാഭാവികമായും ആ ആശങ്കയും ആവലാതികളും രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കാനുള്ള ഒരു അവസരമായിരുന്നു കഴിഞ്ഞ 20-ന്. അത് കൃത്യമായി നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ, മുന്നണികൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുന്നു. അത് അറിയിച്ചതിന്റെ ഒരു ഫലം, അതിന്റെ റിസൾട്ട് എന്നോണം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഇത് നീട്ടിവെക്കണം എന്ന് രത്തൻ യു ഖേൽക്കർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു എന്നത് ഏതെങ്കിലും നിലക്ക് ആശ്വാസം പകരുന്ന ഒരു കാര്യമാണോ സനിസ? അങ്ങനെയെങ്കിൽ അത് ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യം പരിഗണിച്ച് അത് നീട്ടിവെക്കാൻ തന്നെയാണോ സാധ്യത? നീട്ടിവെക്കും എന്ന് തന്നെയാണ് കരുതുന്നത് സൈഫുദ്ദീൻ. താൽക്കാലിക ആശ്വാസം എന്നും നമുക്ക് പറയാം. നമുക്കറിയാം, നവംബറിലോ ഡിസംബറിലോ ആയിരിക്കും കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുക. ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഈ ഒരു സമയത്ത് ഇത്തരത്തിലൊരു പരിഷ്കരണം നടത്തിയാൽ അത് വലിയൊരു തരത്തിലുള്ള ആശയക്കുഴപ്പം എത്തിക്കും എന്ന ഒരു കാര്യത്തിന്റെ പുറത്താണ് ഇപ്പോൾ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഈ ഒരു കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച രാഷ്ട്രീയ പാർട്ടി യോഗത്തിലെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയത്. തദ്ദേശ തിരഞ്ഞെടുപ്പിന് 2 മാസം മാത്രം ബാക്കിയിരിക്കുകയാണ് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്ന ഒരു ആവശ്യം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇതിന്റെ ഈ ഒരു തീവ്ര വോട്ടർ പട്ടികയുടെ ഒരു SIR നടപ്പിലാക്കുന്നതിന്റെ ഒരു പ്രധാന ലക്ഷ്യമായിട്ട് തന്നെ പറയുന്നത് ഈ മറ്റ് ബംഗ്ലാദേശ്, മ്യാൻമർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ ലക്ഷ്യമിട്ടെന്നൊക്കെയാണ് അതിന്റെ ഒരു പ്രധാന ലക്ഷ്യമായിട്ട് പറയുന്നത്. എന്നാൽ നമുക്കറിയാം, ഇതിന്റെ പുറകിൽ പലതരത്തിലുള്ള ഒളിച്ചുകടത്തലുകളും ഉണ്ടെന്ന്. ഇതിൽ വലിയ തരത്തിലൊരു ആശങ്ക, ഇവിടെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നു. ആ ഒരു സമയത്ത് ഇത്തരം ഒരു മാറ്റം വലിയ തരത്തിലുള്ള ആശങ്ക സൃഷ്ടിക്കുന്നതിന്റെ കൂടെ ഒരു പുറത്താണ് ഇപ്പോൾ ഈ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. എല്ലാ തരത്തിലുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഈ ഒരു ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം, ഈ യോഗത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു തീരുമാനത്തിന്റെ പുറത്തുകൂടിയാണ് ഈ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ മറ്റൊരു കാരണമായിട്ടുള്ളത്, ഈ കളക്ടർമാരും ഡെപ്യൂട്ടി കളക്ടർമാരുമാണ് ഈ ഒരു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ചുമതലയുള്ളവർ. അവർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മറ്റാവശ്യങ്ങളുമായി അവരാണ് റിട്ടേണിംഗ് ഓഫീസർമാർ. അത്തരത്തിൽ ഇവർ തന്നെ ഇതിന്റെയൊക്കെ ഭാഗമാവുന്നതും വലിയൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇതുകൂടി പരിഗണിച്ചാണ് തിരഞ്ഞെടുപ്പ് ഓഫീസ് കേന്ദ്രത്തിലേക്ക് കത്തയച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ ആവശ്യം കേന്ദ്രം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചാൽ കേരളത്തിൽ ഡിസംബറിന് ശേഷമായിരിക്കും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുക. അത്തരത്തിലാണെങ്കിൽ ഈ ഒരു വലിയൊരു ആശയക്കുഴപ്പം ഒഴിവാക്കാൻ കഴിയും. ഈ മാസം ആദ്യത്തോടെയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഒരു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്താൻ തീരുമാനമായത്. 2002 പട്ടിക അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു വോട്ടർ പട്ടിക പുതുക്കുക. ഇത്തരത്തിൽ താൽക്കാലിക ആശ്വാസം എന്ന് തന്നെ പറയാം. ഇതിന്റെ പുറകിൽ വലിയ തരത്തിലുള്ള ഒളിച്ചുകടത്തലുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ പരിഷ്കരണം വരുന്നത് ഏതു വിധത്തിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരിക എന്നത് കണ്ടറിയേണ്ടി വരും. ഒരു താൽക്കാലിക ആശ്വാസമാണ് എന്നാണ് ഇപ്പോൾ പറയേണ്ടത്. ആശയക്കുഴപ്പം മാറി കിട്ടുമെന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ആ ഡിസംബറിൽ നടപ്പാക്കുന്ന കാര്യം കൂടിയുണ്ട്. അപ്പോഴും ഇതേ ആശങ്കകളൊക്കെ നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. ഒക്ടോബർ അവസാനം, അത് അടുത്ത മാസം അവസാനത്തേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വരും. അപ്പൊ ഇതിന്റെ ഇടയിൽ ഈ SIR എല്ലാം കൂടി ആകുമ്പോൾ വലിയ കൺഫ്യൂഷൻസ് വരും ആളുകൾക്ക്. അപ്പൊ കൺഫ്യൂഷൻ തൽക്കാലം നീങ്ങി കിട്ടും എന്നുള്ളത് കാലത്തേക്ക് അങ്ങോട്ട് മാറ്റി വെക്കുന്നുള്ളൂ.